അവിടെ ഒരു രക്ഷയില്ല. അപ്പോൾ മസ്റ്റായിട്ട് കാണാം. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഫുള്ളും കോമഡി ഫാമിലി എൻ്റർടൈൻ മൂവിയാണ്. അതിന് സെക്കൻഡ് ഹാഫിന് ശേഷം അവൻ ഒരു സൈക്കോ പോലെ ആയിപ്പോൾ അതിൻ്റെ ഫൈറ്റും രീതിക്ക് ഒരു രക്ഷയില്ലാത്ത രീതി എന്തായാലും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. ഈ ഓണം SK കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ അല്ല മരണമാസമല്ലേ അണ്ണൻ്റെ അഭിനയം ഇതിൽ പോയി നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ അറിയാം. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു അന്യായ രക്ഷയില്ല. അമ്മ രീതിന് അതിൽ വില്ലൻ്റെ സീക്വൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അത് മസ്റ്റായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളെല്ലാം ചെയ്യണം. വില്ലനും SKയും ഒന്നിനൊന്നും മിച്ചം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്നും പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ഈ ഓണം SK തന്നെ റേഞ്ച് കയറി പോയ സാധനം ബാക്കി പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ. ഇത് റേഞ്ച് കയറിപ്പോള ഒരു പടം. പൊളിയാ. തീ ഒന്നും പറയാനില്ല. ശിവാർത്തിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. അതേപോലെ വേറെ റേഞ്ച് പക്ക എനർജറ്റിക് ഒരു രക്ഷയില്ല. അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ അനകാടി കീഴിലെ ചില വിദ്യുത് ജമാലാണ്. വിദ്യുത് ജമാലിലെ ചില സീൻസ് ഒക്കെ ഉണ്ട്. മുമ്പ് രോമാഞ്ചം വരും. പിന്നെ ശിവാർത്തികന് വേറെ ടൈപ്പാണ് അഭിനയം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൂടുതൽ പറയുന്നില്ല എങ്കിലും അടിപൊളിയാണ്. പിന്നെ സിനിമ ടോട്ടൽ നോക്കിയാണെങ്കിൽ ടെക്നിക്കലി അടിപൊളിയാണ്. ഏറമുദാസിന്റെ കുറേ കംബാക്കാണിത്. ഏറമുദാസ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഉള്ള കംബാക്കാണ്. ബിജുമേനും കൊള്ളായിരുന്നു. ബിജുമേൻ നല്ല ഫൈറ്റ് സീൻസ് അത്ര ഇല്ലെങ്കിലും ആക്ടിങ് പൊളിയായിരുന്നു. പടം പൊളിച്ചു കളഞ്ഞു. സെറ്റായിരുന്നു. വില്ലൻ കിടുക്കായിട്ടുണ്ട്. പൊളി. പിന്നെ ഫസ്റ്റ് ഹാഫ് കിട്ടില്ല. സെക്കൻഡ് ഹാഫ് പൊളി. ക്ലൈമാക്സ് ഒക്കെ പൊളി. ഫുള്ള് ഫൈറ്റ് സിനിമ കിട്ടില്ല. രോമാഞ്ചം മൊത്തം രോമാഞ്ചം. മൊത്തം തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ പടം. വിജുമേനോ കിട്ടില്ല. ഒന്നും പറയാനില്ല. സൂപ്പർ. സിനിമാറ്റോഗ്രാഫി വേറെ ലെവലായിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ സീക്വൻസ് അതിന്റെ സിനിമാറ്റോഗ്രാഫി പോകുന്നുണ്ട്. പിന്നെ ഓവറോൾ ആദ്യം ഒരു കുറച്ച് എന്റർടൈൻമെന്റ് പോലെ വന്ന് കുറച്ച് ലവ് സീൻസും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഫുൾ ഓൺ പീക്ക് ആക്ഷൻ മോഡാണ് പടം. ഡയലോഗ്സ് ഡെലിവറി ഒക്കെ നൈസായിരുന്നു. അങ്ങനെ ഓവർ ഡയലോഗ് ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നില്ല. പിന്നെ വില്ലൻ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് പോർഷൻ എത്തുമ്പോൾ രണ്ടുപേരും പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. ആക്ഷൻ സീക്വൻസും ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. தியேட்டரிக்கல் மஸ்டான அமரன் 2 மாதிரி இருக்கு. நல்லா இருக்கு படம். நல்லா இருக்கு. ஆக்ஷன் நல்ல ஆக்ஷன் ஃபைட் நல்லா இருக்கு. அடுத்த தளபதி தான் சார். நல்லா இருக்கு படம். நல்லா இருக்கு. ஃபேமிலியோட பார்க்கலாம். ഏർമുരുദാസ് തിരിച്ചുകൊണ്ട് എൻ്റെ തൊണ്ട കീറി സത്യമായിട്ടും ആ പഴയ തുപ്പാക്കി ഗജിനിയില്ല അതേ ഏർമുരുദാസിനെ തിരിച്ച് കാണുകയും ചെയ്ത്. തുപ്പാക്കിയും ഗജിനിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത പോലെ എല്ലാവരും പറയും. ഇപ്പം അന്ന് കൂലി ഓഡിയോ ലഞ്ച് പറഞ്ഞേ ഇതല്ല 100 ഭാഷയ്ക്ക് സമം കൂലി. അതുപോലെ ഇയാൾ പറഞ്ഞ് ഇതൊരു അടുത്ത ഗജിനി പോലെയെന്ന്. പക്ഷെ ഇത്തവണ ശരിക്കും തമിഴ് സിനിമയെ ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ആ പഴയ മുരുദാസിനെ ശരിക്കും ഈ സിനിമയിൽ നമ്മൾ കണ്ട്. ബിജുമേനൊക്കെ എല്ലാവരും കൊള്ളാം. ഇതിൽ ശരിക്കും ആക്ഷൻ സീൻസൊക്കെ അന്യായി. ഇന്റർവെൽ സീന് പീക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സീന്. എത്രയോ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ശരിക്കും തൊണ്ട പൊട്ടണ രീതി കീറി വിളിച്ചത്. ഇപ്പോഴാണ് ശരിക്കും എൻ്റെ അപ്പോൾ ശരിക്കും നല്ല പോലെ ഇഷ്ടമായിട്ട് ഓണം ശിവാർത്തിയും കൊണ്ടുപോയെന്ന് സത്യമായിട്ടും പറയാം. ഒരു തുള്ളി നെഗറ്റീവ് പോലും ഇല്ല. ശരിക്കും നമ്മൾ ആ പഴയ തുപ്പാക്കി ഗജിനി സിനിമയിൽ കണ്ട അതേ ഉല്ലാസ് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓണം ശിവാർത്തിയും കൊണ്ടുപോകും ഉറപ്പ്. ആ BGM കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ സോങ്സ് ഒക്കെ ഒരു എബോ ആവറേജ് ലെവൽ എല്ലാം കൊള്ളാം. പ്രത്യേകിച്ച് തുപ്പാക്കി സിനിമയിൽ ആ വില്ല അങ്ങേര് ഹെവി. എൻ്റെ പിന്നെ കിങ് ഓഫ് കൊത്തയിലെ വില്ല ഉണ്ട്. അങ്ങേര് ഈ സിനിമയിൽ നല്ല വൃത്തിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ വേണം യൂസ് ചെയ്യാൻ. അതിനേക്കാൾ 5 ഇരട്ടി ലെവലിൽ നല്ല വൃത്തിക്ക് തന്നെ യൂസ് ചെയ്ത്. ഈ സിനിമ ഒരിക്കലും നിരാശ വരത്തില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല വൃത്തിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഈ സിനിമ കാണാതെ തന്നെ നെഗറ്റീവ് പറയണ കുറയാനുണ്ട്. ദയവ് ചെയ്ത് പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾ പറയണം. പടം കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ പടം കാണാതെ ഒരിക്കലും നെഗറ്റീവ് പറയും. ഈ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കേൾക്കുന്നുണ്ട്. പടത്തിൽ ഒരു നെഗറ്റീവും ഇല്ല. പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി പടത്തിന്. എൻ്റെ തൊണ്ട കീറിയാണ് ഇരിക്കണത്. എത്രയോ കാലം ശേഷമാണ് ഇങ്ങനെ തൊണ്ട കീറിയിരിക്കണത്. ഇന്റർവെൽ സീനൊക്കെ കീറി വിളിച്ചതിന് ഒരു മയവും ഇല്ല. തിയേറ്റർ ഫുള്ള് കത്തിച്ച് വിട്ടായിരുന്നു.